ജയചന്ദ്രൻ മറുപടി നൽകേണ്ടതുണ്ട്. ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ താനല്ല ആള് യഥാർത്ഥത്തിൽ പറയേണ്ടത് മുഹമ്മദ് റിയാസ് ആയതുകൊണ്ട് അതിനിട കൊടുക്കാതെ അദ്ദേഹം മറുപടി പറയാൻ ഇട കൊടുക്കാതെ അദ്ദേഹം പോകുന്നു, വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് BJP-യുടെ ഒരു വാദം. അത് അവിടെ നിൽക്കട്ടെ. അതേസമയം ഈ അന്വേഷണം എന്താണ്? എന്ത് അന്വേഷണമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തുന്നത്? സർക്കാരിനെതിരെ ഒരു വലിയ ആരോപണം പുറത്തേക്ക് വരുമ്പോൾ അതിന്മേൽ അന്വേഷണം എന്ന് പറയുന്നത് എന്ത് അന്വേഷണമാണ്? സർക്കാരിനെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്, ആരോപണമല്ല അന്വേഷിക്കുന്നത്. സ്മൃതിയുടെ ഈ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ദയവായി അതിനു മുമ്പ് ഒരു കാര്യമൊന്നും പറയാതെ പോകാൻ കഴിയില്ല. ശ്രീ KP നൗഷാദ് അലി ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് പറയുകയാണ്, അദ്ദേഹം പറഞ്ഞല്ലോ UDF അധികാരം ഒഴിയുമ്പോൾ എത്രയായിരുന്നു ബാറ്? 12ഓ 18ഓ എന്തോ ഒരു കണക്ക് പറഞ്ഞല്ലോ. ആ വസ്തുതയെന്ന് മനസ്സിലാക്കണം ഇത് കാണുന്ന ഈ ചർച്ച കാണുന്ന പ്രേക്ഷകർ കേട്ടോ. വസ്തുത എന്തായിരുന്നു? ഉമ്മൻചാണ്ടി ഭരണകാലത്ത് 318 ബാറുകൾ നിലവാരമില്ലാത്തവയാണ് എന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ വിധി എഴുതുന്നു. അപ്പോൾ അവയ്ക്ക് ലൈസൻസ് പുതുക്കരുത് എന്ന് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു. പക്ഷേ മറ്റ് ചില അടിയൊഴുക്കുകളും ധാരണകളും രൂപപ്പെടുത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ അത് കൊടുക്കാൻ അന്നത്തെ എക്സൈസ് മന്ത്രി അടൂർ പ്രകാശ് ഉൾപ്പെടെ തീരുമാനിക്കുന്നു. അപ്പോഴാണ് അന്നത്തെ KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ നേരെ ഉടക്കിടുന്നത് കൊടുക്കാൻ പറ്റില്ല എന്ന്. ഒരു കാരണവശാലും അത്തരം ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കാൻ കഴിയില്ല, അത് അനുവദിക്കാൻ പറ്റില്ല എന്ന് KPCC പ്രസിഡന്റ് സാക്ഷ്യം പിടിക്കുന്നു. ആ സാക്ഷ്യത്തിനൊടുവിൽ അതിനേക്കാളും ഗുരുതര സാക്ഷ്യവുമായി ഉമ്മൻചാണ്ടി രംഗത്ത് വരുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 412 ബാറുകൾ, അന്നുണ്ടായിരുന്ന ആകെ 730 ബാറുകളാണ്. അപ്പൊ ഈ 318ന്റെ കാര്യത്തിലാണ് ഉടക്ക് വന്നത്. അത് പിന്നെ പറ്റില്ല എന്ന് സുധീരൻ കടുംപിടുത്തം പിടിച്ചോടു. എന്നാൽ ഒരു ബാറും കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ബാക്കി 412ന്റെയും കൂടെ അനുമതി റദ്ദാക്കാൻ ഉമ്മൻചാണ്ടി അങ്ങ് പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് വസ്തുത, സംഭവം അതാണ് എന്ന് കേരളത്തിന് മുഴുവൻ അറിയാം. കേരളത്തിന് അറിയുന്ന കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ ശ്രീ M ജയചന്ദ്രൻ 8 വർഷത്തിനിടെ ബാറുകളുടെ എണ്ണം എത്ര കൂടിയെന്ന് പറയാമോ? ഇപ്പോൾ എത്ര ബാറുകളുണ്ട്? അതല്ലേ ഇപ്പൊ ഈ ചർച്ചയുടെ ആദ്യവും പറഞ്ഞല്ലോ, 900 ബാറുകളുടെ കാര്യം പറഞ്ഞല്ലോ. 730 900 ആയതെന്നേ. 730 ബാറുകൾ UDF-ന്റെ കാലത്തുണ്ടായിരുന്നു. എത്ര കൊല്ലം മുമ്പ്? 8 കൊല്ലം മുൻപ്. എന്നിട്ടാണ് ഈ നിലയിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായത്. അത് മാത്രമാണല്ലോ. കഴിഞ്ഞ ദിവസം സ്മൃതി എന്നോട് ചോദിച്ചിരുന്നല്ലോ ഇതിന്റെ പഴയ പശ്ചാത്തലം. ഞാൻ അതിനുള്ള സമയമല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ഒതുങ്ങി മാറുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോഴും അത് തന്നെയാണല്ലോ കൊണ്ടുവരുന്നത് ചർച്ചയിൽ. സ്മൃതിയല്ല, ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞത്. സ്മൃതി ഇന്ന് ഏതായാലും അത് പറഞ്ഞിട്ടുമില്ല കേട്ടോ. പക്ഷേ രമേശ് ചെന്നിത്തലയാണല്ലോ ക്വിക്ക് വെരിഫിക്കേഷൻ എയർപോർട്ടിൽ വെച്ച് പ്രഖ്യാപിക്കുന്നത്. ഒരു വിമാനയാത്ര കഴിഞ്ഞ് വന്നിട്ട് എയർപോർട്ടിൽ വെച്ചല്ലേ പ്രഖ്യാപിക്കുന്നത്. KM മാണിക്കെതിരെ, സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിക്കെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ പ്രഖ്യാപിക്കുന്നത് ആഭ്യന്തരമന്ത്രിയാണ്. അവിടുന്ന് തുടങ്ങുന്നു ബാർക്കോഴ കേസ്. എന്നിട്ട് ബാറുകളുടെ എണ്ണം പറഞ്ഞല്ലോ, അടച്ചുപൂട്ടിയ ബാറുകൾ പിന്നെയും അടച്ചുപൂട്ടിയ ബാറുകൾക്ക് വീണ്ടും അനുമതി കൊടുത്തത് എങ്ങനെയാണ് ഇടത് സർക്കാർ? ഇപ്പോൾ 801 ബാറുകളുണ്ട്. എങ്ങനെയാണ് 8 വർഷത്തിനിടെ ബാറുകളുടെ എണ്ണം കൂടിയത്? അവിടെയാണ് പ്രകടന പത്രികയെ കുറിച്ച് നൗഷാദ് അലി ചോദിച്ചത്. മദ്യനിരോധനമല്ല മദ്യവർജനമാണ് നയമെന്ന് പറയുമ്പോൾ മദ്യവർജനത്തിന് ബാറുകളുടെ എണ്ണം കൂട്ടുമോ എന്നൊരു സ്വാഭാവിക ചോദ്യം വരുമല്ലോ. രാഷ്ട്രപിതാവിന്റെ ഇത്തരം അരുമ ശിഷ്യന്മാരുടെ മുൻപിൽ പിണറായി സർക്കാർ ചെയ്യുന്നത് മുഴുവനും ജനവിരുദ്ധവും പിന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടില്ല. ഭാഗ്യം കേട്ടോ. അതുകൂടെ അദ്ദേഹം പറഞ്ഞോളൂ. അങ്ങനെയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ആണെന്നേ, താങ്കളത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചോളൂ. അതല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ വ്യക്തമായിട്ട് സ്വന്തം മദ്യവർജനം എന്ന ഒരു ആലോചനയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ബാറുകളുടെ എണ്ണം കൂട്ടുക? 8 വർഷത്തിനിടയിൽ എങ്ങനെയാണ് 801 ബാറുകളായി ഉയർന്നത്? രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രം 97 ബാറുകൾക്കാണ് അനുമതി കൊടുത്തിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത്. അതെ, അത് ഇവിടെ അനുമതി കൊടുക്കുന്നത് എക്സൈസ് പോളിസി സർക്കാർ രൂപീകരിക്കുന്നത് ഓരോ വർഷവും രൂപീകരിക്കുന്ന എക്സൈസ് നയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ നയപ്രകാരം പുതിയ ബാറുകൾക്ക് അനുമതി കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ അനുമതി സ്വീകരിച്ചിട്ടുണ്ടാവും, ബാറുകൾക്ക് അനുമതി കൊടുത്തിട്ടുണ്ടാവും. അത്രയുള്ള അതിനകത്ത് എനിക്ക് പറയാൻ കഴിയുന്ന വിശദീകരണം. ബാക്കി അതിന്റെ എന്തൊക്കെയാണ് മൊഡാലിറ്റീസ് എന്നുള്ളത് ആ സമയത്ത് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട ബാറുകളുടെ കാര്യം നോക്കിയാലേ പറയാൻ കഴിയൂ. എക്സൈസ് നയം അനുവദിക്കുന്നതുകൊണ്ട് അത് കൊടുത്തു. എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളതാണെങ്കിൽ LDF-ന്റെ രാഷ്ട്രീയ തീരുമാനമാണ് അങ്ങനെ കൊടുക്കാമെന്നുള്ളത്. ആ രാഷ്ട്രീയ തീരുമാന പ്രകാരമാണ് LDF അറിയിച്ചതും ക്യാബിനറ്റിന്റെ എക്സൈസ് പോളിസി ഉണ്ടായതും. അതിനനുസരിച്ച്
പ്രകടന പത്രികയിൽ പറയുന്നതോ? അല്ല, നിങ്ങളതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മദ്യവർജനം എന്ന് LDF പറയുന്നത് പാലിക്കുന്നില്ല എന്നാണല്ലോ നിങ്ങളുടെ ആക്ഷേപം. അല്ല, മദ്യവർജനം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കൂടുതൽ ബാറുകൾ ഉണ്ടാക്കിക്കൊണ്ട് വർജിക്കുക? ബാറുകൾ ഉണ്ടാക്കിക്കൊണ്ട് വർദ്ധിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ മദ്യത്തിന്റെ ഉപഭോഗത്തിൽ കൂടുതലാണോ കുറവാണോ ഉണ്ടായിട്ടുള്ളത്? ഇന്നത്തെ മലയാള മനോരമയിൽ ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ തന്നെ വ്യക്തമായി വന്നിട്ടുണ്ടല്ലോ. ഇവിടെ മദ്യ ഉപഭോഗം അല്ല, അത് വേറെ വിഷയമാണ്. മദ്യ ഉപഭോഗം യുവാക്കൾക്കിടയിൽ കുറയുന്നു, പകരം മയക്കുമരുന്നിന്റെ ഉപഭോഗം കൂടിയിട്ടുണ്ട്. ആ കണക്കിലേക്കാണോ പോകേണ്ടത്? അല്ല, അത് വേറൊരു ചർച്ചയല്ലേ. മദ്യത്തിന്റെ ചർച്ച ചെയ്യുമ്പോൾ മയക്കുമരുന്നിന്റെ ചർച്ച ചെയ്താൽ എങ്ങനെയാണ് രണ്ടും കൂടെ ക്ലബ് ചെയ്യാൻ കഴിയുക? ഇത് ചോദിച്ചത്, താങ്കൾ ചോദിച്ചതിന് മറുപടിയായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ മലയാള മനോരമയിൽ ഞാൻ വായിച്ചത് അങ്ങനെയാണ്. ആ മലയാള മനോരമ പത്രം എൻ്റെ ഇപ്പൊ ഇല്ല. അതിൽ തന്നെയാണ് സ്മൃതി മുമ്പേ ചോദിച്ചൊരു ചോദ്യം ഉള്ളത്. നിങ്ങൾക്കും കിട്ടിയിട്ടില്ലേ പണം എന്ന് ചോദിച്ചല്ലോ നൗഷാദ് അലിയോട്. അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ളത് 5 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ നിയമസഭാ തെരഞ്ഞെടുപ്പിനും 2 ലക്ഷം രൂപ ലോക്സഭയ്ക്കും ആയിട്ട് ഈ ബാർ ഉടമകളിൽ നിന്ന് മുഴുവൻ വാങ്ങിച്ചിരിക്കുകയാണ്. 2 LDFും UDFും മുന്നണി എന്നുള്ള നിലയിൽ തന്നെ വാങ്ങിയിട്ടുണ്ട് എന്നാണ് ആ വാർത്തയിൽ പറയുന്നത്. ആ വാർത്ത സംബന്ധിച്ച് നൗഷാദ് അലി പറയുന്നത് മനോരമ അവരുടെ ഫീഡർ ലൈൻ, പ്രധാനപ്പെട്ട ഫീഡർ ലൈൻ ആണല്ലോ മനോരമ. ആ മനോരമ ആ വാർത്തയിൽ പറയുന്നത് തെറ്റാണ്. അതേസമയം ഗൂഢാലോചന കുറ്റമാണ് അന്വേഷിക്കുന്നത് ആരോപണത്തിൽ. മറ്റേ ആരോപണത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം അന്വേഷിക്കുന്നില്ലാണ് മനോരമ വാർത്ത പറയുന്നത്. എടുക്കുകയും ചെയ്യാം. അതാണല്ലോ നിലപാട്. അത് അദ്ദേഹം പറഞ്ഞു കഴിയുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ അകത്ത് എന്താണ്, ഞാൻ ആദ്യം തുടക്കത്തിൽ പറയാൻ ശ്രമിച്ചു, പക്ഷെ പറയാൻ കഴിഞ്ഞില്ല. ഇതിന്റെ അകത്ത് കാതലായ ഇഷ്യൂ ഒറ്റയൊന്നേ ഉള്ളൂ സ്മൃതി. ജൂൺ 10 അസംബ്ലി കൂടാൻ തുടങ്ങിയാണ്. അവിടേക്കുള്ള അജണ്ടയുടെ സമാഹരണമാണ് നടക്കുന്നത്. അതിനാണല്ലോ ഇന്ന് മനോരമയും മാതൃഭൂമിയും ഒരുപോലെ പറഞ്ഞിട്ടുണ്ട്, ഈ ബാർക്കോഴ രണ്ടാം 2.0 ബാർക്കോഴ വിവാദം ചീറ്റിപ്പോയി എന്നുള്ള നിലയ്ക്കാണല്ലോ 2 പത്രങ്ങളുടെയും ലീഡ് സ്റ്റോറി. അങ്ങനെയാണോ? അപ്പോൾ മാതൃഭൂമി പത്രത്തിന്റെ അകത്തെ പേജിലേക്കൊന്നും താങ്കൾ പോയില്ലേ? അങ്ങനെ ചീറ്റെന്ന് വിചാരിക്കേണ്ടെന്ന് 5 കാര്യങ്ങൾ ചോദിച്ചല്ലോ. ഏതാണ് മനോരമ പത്രത്തിന്? അല്ല, മനോരമ പത്രം താങ്കൾ വായിച്ചു. മനോരമ പത്രത്തിലും പറയുന്നത്, മാതൃഭൂമി പത്രത്തിലും പറയുന്ന കാര്യങ്ങൾ സർക്കാരിന് അനുകൂലമാണെന്ന് എങ്ങനെയാണ് താങ്കൾ വ്യാഖ്യാനിക്കുക? ചീറ്റിപ്പോയി എന്ന് പറയുന്നത് എങ്ങനെയാണ്? മലക്കം മറിച്ചിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനിമോന്റെ മലക്കം മറിച്ചിൽ എന്നാണ് തലക്കെട്ട്. അല്ല, ഒന്ന് കെട്ടിറങ്ങിയതാണല്ലോ. മലക്കം മറിച്ചിൽ എന്ന് പറഞ്ഞാൽ കെട്ടടങ്ങിയെന്നാണോ? കെട്ടിറങ്ങിയെന്നല്ലേ? കെട്ടിറങ്ങുന്ന മലക്കം മറിച്ചിൽ എന്ന് പറഞ്ഞാൽ കെട്ടടങ്ങിയെന്നാണോ? കെട്ടിറങ്ങി, കെട്ടിറങ്ങിയല്ല, കെട്ട് തലയ്ക്ക് പിടിച്ച കെട്ട് ഇറങ്ങിയെന്ന്. അതാണ് ആ കെട്ടിറങ്ങിയുള്ള താങ്കൾ തലക്കെട്ട് മാത്രമേ വായിച്ചുള്ളൂ. ഉദ്ദേശിക്കുന്നതല്ലേ? തലക്കെട്ട് മാത്രമേ വായിച്ചുള്ളൂ. ശരി, പത്രങ്ങളുടെ വാർത്തകളിലേക്ക് താങ്കൾ പോകണ്ട. അന്വേഷണവുമായി ബന്ധപ്പെട്ട് താങ്കൾ പറയും. ഇപ്പോൾ അന്വേഷിക്കുന്ന ഒരു ആരോപണം ഉയരുമ്പോൾ ആ ആരോപണം അന്വേഷിക്കുമെന്ന് പറയുന്നതിന് പകരം സർക്കാർ എന്താണ് ചെയ്യുന്നത്? ആ ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് തീരുമാനിക്കുകയും ആ ഗൂഢാലോചന അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? സർക്കാരിനെതിരെ ഒരു ആരോപണം ഉയർന്നാൽ അത് അന്വേഷിക്കില്ല എന്നാണോ ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നത്? ശ്രീ ജയന്തൻ, അല്ലല്ല, അത് ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ. സ്മൃതിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഇന്നലെയും ഞാൻ ഇത് തന്നെ പറഞ്ഞിരുന്നു. അന്വേഷിക്കുക എന്നുള്ളത് ഉറപ്പായിട്ടും കണിശമായിട്ട് അത് ഉണ്ടാവുക തന്നെ ചെയ്യും. എന്താണ് അന്വേഷിക്കുന്നത്? അന്വേഷിക്കുമോ അന്വേഷിക്കാതിരിക്കുമോ? അതൊക്കെ ഗൂഢാലോചന അന്വേഷിക്കാനാണ് എക്സൈസ് മന്ത്രി നൽകിയിരിക്കുന്ന പരാതി. അതിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ്. ഗൂഢാലോചനയാണ് അന്വേഷിക്കാൻ പോകുന്നത്, അല്ലാതെ ഈ ആരോപണത്തിന് വലിയ സത്യമെന്ത് എന്നുള്ളതല്ല. അല്ല, അത് എക്സൈസ് മന്ത്രിയുടെ അപേക്ഷയിലെ അദ്ദേഹത്തിന്റെ വാദമാണ് ഗൂഢാലോചന അന്വേഷിക്കണം എന്നുള്ളത്. പോലീസിന്റെ കിട്ടുന്ന അപേക്ഷയ്ക്ക് മന്ത്രി അങ്ങനെ അപേക്ഷയിൽ അങ്ങനെ വാദം വെച്ചിട്ടുള്ളതുകൊണ്ട് ആ വാദം മാത്രമല്ല പോലീസ് അന്വേഷിക്കുക. ഇതുമായി ഇങ്ങനെ പണം പിരിച്ചിട്ടുണ്ടോ? അങ്ങനെ പണം പിരിച്ച് സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ സർക്കാരിൽ ഏതൊക്കെ വകുപ്പുകളിൽ പണം കൈപ്പറ്റി അതിലേക്ക് പോകുമോ ക്രൈംബ്രാഞ്ച്? തീർച്ചയായും. അല്ല, എന്ന് മാത്രമല്ല, എന്നും സ്മൃതി പറഞ്ഞതുപോലെ മാത്രമല്ല, ഏതൊക്കെ ഇങ്ങനെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്ക് പണം കൊടുത്തു, ആർക്കൊക്കെ പണം കൊടുത്തു, എത്ര പണം കൊടുത്തു, ഇതെല്ലാം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. വെറുതെ ചോദിച്ചങ്ങ് പോവുകയല്ല, മൊഴിയെടുത്ത് പോവുകയല്ല ചെയ്യുന്നത്. കൃത്യമായും വിശദാംശങ്ങളോടുകൂടി മൊഴിയെടുക്കും. അങ്ങനെ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും. അതല്ലാതെ പിന്നെ ഈ ഇപ്പൊ നൗഷാദ് അലി പറഞ്ഞ പോലെ വെറുതെ ഗൂഢാലോചന അന്വേഷിച്ച് അങ്ങ് പോവുകയല്ല ചെയ്യുന്നത്. ഇതിന്റെ A to Z കാര്യങ്ങൾ അറിയണം. ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ടെന്നേ ഇതുമായി ബന്ധപ്പെട്ട്. ഇതിപ്പോ രണ്ടാം ബാർക്കോഴ ആരോപണം എന്ന് പറഞ്ഞത് തന്നെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കെതിരെയും അന്വേഷണമാകാം, വേണമെങ്കിൽ അന്വേഷണമാകാം എന്ന് ഒരു സർക്കാർ പ്രതിനിധിയും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി മിണ്ടാത്തത്?
ടൂറിസം മന്ത്രിക്കെതിരെ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണോ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത്? അത് BJP പ്രതിനിധി ചോദിക്കുകയും ചെയ്തു. അല്ല, ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി സ്മൃതി എന്തിനാണ് മുഖ്യമന്ത്രി പറയുന്നത്? ഇല്ലാത്ത കാര്യമെന്ന് ആരോപണം ഉന്നയിച്ച പിന്നെ വോയിസ് ക്ലിപ്പ് നൽകിയ അനുമോൻ പറയുന്നു, പിന്നെ എനിക്ക് തെറ്റിപ്പോയതാണ്, പിന്നെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ശ്രീ ജയേന്ദ്രൻ, താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണല്ലോ. ആ ശബ്ദരേഖ താങ്കൾ മുഴുവനായി കേട്ടിരിക്കുമല്ലോ. ആ ശബ്ദരേഖ മുഴുവനായും താങ്കളും കേട്ടിരിക്കുമല്ലോ. ആ ശബ്ദരേഖയിൽ സർക്കാരിന് കൊടുക്കേണ്ട പിരിവിനെ കുറിച്ച് തന്നെയാണ് വളരെ വ്യക്തമായി പറയുന്നത്. ഇനി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഇപ്പോഴേ മോശമാണ്, ഇനിയും മോശമാകുമെന്നാണ് അയാൾ മുന്നറിയിപ്പ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് 2 ദിവസം മിണ്ടാതിരുന്ന് പിന്നെ പെട്ടെന്ന് വന്നിട്ടൊരു കുറിപ്പിടുന്നു. ആ കുറിപ്പിൽ കെട്ടിടത്തിന് വേണ്ടിയുള്ള പൈസ പിരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? ശ്രീ ജയേന്ദ്രൻ, താങ്കൾ വിശ്വസിക്കുന്നോ? അവരുടെ അന്നത്തെ മീറ്റിംഗിന്റെ അജണ്ടയിൽ പോലും കെട്ടിടത്തിന്റെ മീറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ലായിരുന്നു. ശ്രീ വി മുരളീധരൻ തുറന്നിട്ടുള്ളത് അല്ല, പുതിയ യുദ്ധമുന്നണി സ്മൃതി തുറന്നിട്ടുള്ളല്ലോ ഇന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ആ യുദ്ധമുന്നണിയിൽ അത് പ്രകാരം പിന്നെ വിശദമായി മറ്റേ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇങ്ങോട്ട് വരികയല്ലേ അന്വേഷിക്കാനായിട്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ബാർ മുതലാളി ചോദ്യത്തിന് മറുപടി പറയാതെ വി മുരളീധരൻ ആവശ്യപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.